പൊങ്ങിന് വേണ്ടിട്ടേ ഓണാക്കിയാണ് വീഡിയോ പൊങ്ങിന് വേണ്ടിട്ട് മക്കള് വന്നിരുന്നു. അപ്പോൾ പണിക്കാരന് ചായ ഒക്കെ ആയിട്ട് വന്നിരുന്നു കേട്ടോ. നമ്മളെ കൈക്കൊക്കെ ചൊക്കിപ്പായ ഉണ്ടാ. നമ്മൾ മാങ്ങ എടുത്തപ്പോൾ മാങ്ങ ചാടിപ്പോൾ നിറച്ച് ചൊക്കിപ്പായം കിട്ടി. മാങ്ങയും കിട്ടി, നമ്മളെ മാങ്ങയും കിട്ടി. കാണോ അപ്പോൾ അമ്മ എല്ലാവർക്കും കൊടുത്താലേ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് പറമ്പിൻ്റെ മുകളിലാണ് കേട്ടോ. രാവിലെ എല്ലാ നേരം 10 മണി 10:30 ആയിട്ടാണ്. അപ്പോൾ ഒന്ന് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഞാൻ തിരുമ്പാനും കുളിക്കാനൊക്കെ ഉണ്ട്, അതൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് കഞ്ഞി വെച്ചിട്ടോ, നല്ല മാങ്ങ ചമ്മന്തി, ചെമ്മീനും തേങ്ങയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് പച്ചമാങ്ങ ഇട്ട് ചമ്മന്തി അരച്ചു കഞ്ഞി ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും പറമ്പിലാണ്. അപ്പോൾ പറമ്പിൽ കുറച്ച് കാടിട്ടുന്ന പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. തൊടും ക്ലീൻ ഇതാക്കുന്ന പണിക്കാരുണ്ട്. അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് തേങ്ങ ആട്ടി വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവരാണ്. പിന്നെ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഓയിലൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ പറ്റിയ കഴിഞ്ഞിരിക്കണം. അപ്പം അത് ആട്ടാൻ തേങ്ങ ഉണ്ടാകാൻ നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിക്കാണ്ട് പോകുന്നതാണ്. വാറക്കോലൊക്കെ ആയിട്ട് മക്കളുണ്ട് കയറിയിരിക്കണം കേട്ടോ. കുട്ടികൾ പോന്നിക്കണ ഉണ്ടാ നോക്കാനും. കാട് വെട്ടുമ്പോൾ ഇടയിലൊക്കെ കാട്ടിൽ ഭയങ്കര കാടാണ് ഇവിടെ കേട്ടോ. അപ്പോൾ കാടിൻ്റെ ഉള്ളിലൊക്കെ തേങ്ങ ഉണ്ടെങ്കിൽ പെറുക്കി കൂട്ടാനും പിന്നെ പാറക്കോലും എടുത്തിക്കണം കേട്ടോ. പൊളിച്ചാനും ഒക്കെ പാടി പൊളിച്ചുകാണ്ട് കൊണ്ടുപോവാണ്. കാരണം ഏറ്റി കൊണ്ടുപോയി ചിലപ്പോൾ അവിടെ നമ്മൾ പെരിയിലെത്തുമ്പോൾ ഇവിടെ നിന്ന് പിന്നെ കൊണ്ടുപോയാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പൊളിച്ചാതെ തേങ്ങ പെറുക്കി കൊണ്ടുപോയാൽ പെരിയിലെത്തുമ്പോൾ പൊളിച്ചുമ്പോൾ പകുതി കേടേക്കാരം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പൊളിച്ചിട്ട് നല്ലത് മാത്രം കൊണ്ടുപോകാം. 100 തേങ്ങ കിട്ടിയാലും നമുക്ക് ആട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കഞ്ഞിയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇക്കാക്കും കുഴപ്പമില്ല, ചമ്മന്തി ആയാലിട്ട് നല്ല ഉണക്കച്ചെമ്മീനും കൊണ്ടുവന്നിരുന്നു ചമ്മന്തി എടുക്കാൻ. അപ്പോൾ ഇന്ന് രാവിലെ കടയിൽ നിന്ന് വന്നപ്പോൾ ഉണക്കച്ചെമ്മീനായിട്ട് വന്നിരിക്കണം. പിന്നെ ഉണക്കച്ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ടുകാണ്ട് ചമ്മന്തി അരച്ചു. പിന്നെ റേഷൻ അരിൻ്റെ കഞ്ഞിയും വെച്ചു. അപ്പോൾ കഞ്ഞിയും ചമ്മന്തിയൊക്കെ സെറ്റ് ആയിക്കാണ്ടാണ് കേട്ടോ പോരുന്നത്. പിന്നെ അപ്പോൾ എന്താ, അപ്പോൾ കുട്ടികൾ കുറച്ച് മുന്നേ അങ്ങോട്ട് പോകുന്നിക്കണം കേട്ടോ. അപ്പം അമ്മച്ചി പണി കഴിഞ്ഞിട്ട് വരുമ്പോണ്ടി പിന്നെ വരുമ്പോൾ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടുകാണ്ട് കൊണ്ടുപോണ്ടി ഇറങ്ങിക്കണം കേട്ടോ. ചിലയിടത്തൊക്കെ മാങ്ങൊക്കെ ഇതൊക്കെ എളാപ്പാട് തൊടുകയാണ് കേട്ടോ. അതൊക്കെ എളാപ്പാട് തൊടുകയാണ്. അപ്പോൾ എളാപ്പാട് തൊടുന്നത് അപ്പോൾ അവിടെയും പൂത്ത മാങ്ങയൊക്കെ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ പറമ്പിൻ്റെ മുകൾക്ക് അങ്ങോട്ട് കയറിയാൽ മാങ്ങയും തേങ്ങയൊക്കെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് എളാപ്പാടതും മിക്സറാണ് എല്ലാവരുടെയും കൂടി. എളാപ്പാരതും 2 എളാപ്പാരതും ഞങ്ങളുടെയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ചിലതിനൊക്കെ മാങ്ങ പഴുത്ത് കിട്ടുന്നുണ്ട്. ഇന്നലെ കുട്ടികളെ കുറച്ച് പൂത്താങ്ങയൊക്കെ കൊടുന്നിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ മാങ്ങ എടുക്കാം, പിന്നെ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ പൊളിച്ച് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. വൈകുന്നേരം വരികയാണെങ്കിൽ കുറുക്കന്മാരും പന്നികളും മയിലും ഒക്കെ ഉണ്ടാവും ഇവിടെ കേട്ടോ. അപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇന്ന് കാട്ടിലല്ല പറമ്പിലാണ്, മലയിലാണ് കേട്ടോ. പിന്നെ കുട്ടികളെന്നോട് പറഞ്ഞാൽ ഇതാ മാങ്ങയൊക്കെ ഒരു മാങ്ങ എടുത്ത് ഒരു മക്കൾ വന്നിരുന്നു. അപ്പോൾ പണിക്കാരന് ചായയൊക്കെ ആയിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉപ്പും മുളകിട്ട് കൊണ്ടുപോകണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഏൽപ്പിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതാ ഉപ്പും മുളകും കുറച്ച് അച്ചാർപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് സുർക്കയൊക്കെ ഒഴിച്ചിട്ട് ഇതാ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ആക്കിയതാണ് കേട്ടോ. ഒരു ബൗൾ എടുത്തിക്കണേ. അപ്പോൾ ഒരുപാട് കേക്ക് ഇടില്ല, കണ്ടിട്ടില്ല, ഓലൊക്കെ നേരെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെയാണ് കയറിയാൽ ഞങ്ങളെ പറമ്പിൽ പെര കയറ്റുന്ന അവിടേക്ക് എത്തും കേട്ടോ. പക്ഷേ റോട്ടിൽ കൂടെ പോരുകയാണെങ്കിൽ കുറച്ചും കൂടി സുഖമായിട്ടെത്തും. ഇത് കയറ്റി ഇങ്ങനെ കയറി പോകണം കേട്ടോ. ഇവിടെ കുളമൊക്കെ ഉണ്ട് ഗൈസ്, ഇപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പം നമുക്ക് പോയി നോക്കാം. അവിടെ വെയിറ്റിംഗ് ആയിക്കാരമാണെങ്കിൽ എൻ്റെ അമ്മ വരാത്ത വെച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. പോയി നോക്കട്ടെ. പിന്നെ ഇതാ തേങ്ങ പൊളിച്ച് കൊണ്ടുപോകാൻ എല്ലാവരുടെ കയ്യിൽ ഓരോ കുഞ്ഞു ഉറ കൊടുക്കാൻ വിചാരിച്ചിക്കാണ്ട് 2 ഉറയും ചാക്കൊക്കെ എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, എൻ്റെ അച്ചുട്ടി ഇതാ ആദിമോനൊക്കെ ഇതാ എൻ്റെ കയ്യിൽ മാങ്ങൊക്കെ വന്നതാണ് കേട്ടോ ഗൈസ്. ആ ഫുള്ളൊന്നല്ല, ഞാൻ വന്നിട്ടില്ല. അച്ചാറുണ്ടാക്കാൻ നുറുക്കിയോ 96 48 എൻ്റെ കൈ പിടിച്ചാണ് എൻ്റെ കുഞ്ഞാത്തു. ഇപ്പോൾ പോന്നാ സിക്കും മക്കളും ഇവിടെ തണലത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പണിക്കാർക്ക് ചായ ആയിട്ട് വന്നതാണ്. ചായയും പഴമൊക്കെ ആയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇക്കയുണ്ട്, കുട്ടികളുണ്ട്. എന്നെ കണ്ടപ്പോൾ ഇക്ക പോകാൻ നിൽക്കുകയാണ്.
മനോടെ മനുമോനുണ്ടേ. അങ്ങനെ ഇതാ മാങ്ങാപാത്രം കിട്ടിയതും കാലിയാക്കണ തിരക്കാണ് കേട്ടോ. എല്ലാവരും തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനൂട്ടനാണെങ്കിൽ ആ പണിക്കാരൻ്റെ അടുത്താണ് കേട്ടോ. അയാളുടെ അടുത്ത് തേങ്ങ പെറുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓനക്ക് ഓണ് വെക്കീന്ന് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മക്കളെല്ലാവരും തിന്നുന്ന തിരക്കാണ്. ഇക്ക എടുക്കുന്നുണ്ട് കേട്ടോ. ഇക്ക അങ്ങനെ എപ്പോഴും തിന്നലൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇക്ക എടുത്തു. നല്ല ടേസ്റ്റുള്ള നല്ല ഇളം ഉപ്പുമായിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് പുളിയുണ്ട്. കപ്പി അങ്ങനത്തേതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉപ്പും മുളകൊക്കെ ഇട്ടാൽ. അപ്പോൾ അങ്ങനത്തെ മക്കളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഞാനും കഴിച്ചാണ് കേട്ടോ. എൻ്റെ അച്ചുട്ടിക്കും ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ. അച്ചുട്ടി പിന്നെ ഇപ്പച്ചി പറമ്പൊക്കെ പറഞ്ഞാൽ അച്ചുട്ടി വേഗത്തിൽ ഓടിപ്പോരും കേട്ടോ. അപ്പോൾ ഇനി ഇക്ക ഞാനിവിടെ തേങ്ങ പൊളിച്ചാനായിട്ട് വന്നതാണ്. പറക്കോലൊക്കെ കൊണ്ടുവന്നിരിക്കണം കേട്ടോ. ഇനി എന്നെ കണ്ടപ്പോൾ ഇക്ക അങ്ങോട്ട് പോവാനായിട്ട് നിൽക്കണം കേട്ടോ. ഇക്കൊക്കെ ഓട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മാങ്ങ തിന്നോ മാണി തിന്നോ. ഇപ്പൊ ഫുള്ള് കാലിയാവുമ്പോ കഞ്ഞിപ്പാത്രം എടുത്തിട്ട് പോയിട്ടാ വേണ്ട. കഞ്ഞിപ്പാത്രം ഞാൻ അടുത്തേക്ക് എടുക്കാം. പോകണ്ടേ അതിനകത്ത് വരുന്നില്ല. അങ്ങനെ ഇതാ ഞാനവിടെ എത്തിയ ശേഷം ഇക്ക അവിടെ നിന്ന് ഇറങ്ങി പോവാണ്ട്. ഇക്കാക്ക് എന്താ ഓട്ടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാണ്. അപ്പോൾ ഞാനും കുട്ടികളും കൂടി കേട്ടോ പറമ്പിൽ. ഇനി മാങ്ങയൊക്കെ തിന്നൽ കഴിഞ്ഞ് എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്, എരിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ. പിന്നെ തേങ്ങ പൊളി തുടങ്ങിയിട്ടാ മക്കളെ. അങ്ങനെ ഇതാ ഓരോ മക്കളെല്ലാവരും കൂട്ടി കൊണ്ടുവന്ന തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് പൊളിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങ തിന്നൽ കഴിഞ്ഞതിന് ശേഷം ആ തേങ്ങ പൊളി തുടങ്ങിയിട്ടാ. അപ്പോൾ കുട്ടികളൊക്കെ ഓരോന്ന് ഇങ്ങനെ കണ്ടെത്തുന്ന എടുത്തിടുന്നുണ്ട്. കണ്ടില്ലേ, പൊങ്ങുള്ള മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ, പറിച്ച തെങ്ങ് പോലെ. അപ്പോൾ ഇത് പൊളിച്ചിട്ട് ഇതിൻ്റെ പൊങ്ങെടുത്ത് തിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. പറമ്പ് നിറയെ പൊങ്ങുള്ള തേങ്ങ കിട്ടും, ഇതുപോലെ മുളച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് പറിച്ച് അതിൻ്റെ പൊങ്ങൊക്കെ നല്ല ടേസ്റ്റാണ്. പൊങ്ങുണ്ടാകുമ്പോൾ എണ്ണ കുറയും കേട്ടോ തേങ്ങക്ക്. അപ്പോൾ അങ്ങനെ കുട്ടികളെല്ലാവരും അങ്ങോട്ട് കയറിയിരിക്കണം പറമ്പക്ക്. ഞാനിവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓടിടേണ്ട തേങ്ങയൊക്കെ പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ചുട്ടിയാണ് കേട്ടോ ക്യാമറ പിടിച്ചിരിക്കണത്. അതാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചേരുന്നത് കേട്ടോ. ഓളാണ് ക്യാമറാമാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓൾ പൊങ്ങിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുണ്ടാവും കരിമ്പ് കിട്ടാം. അപ്പോൾ കരിമ്പ് പോലെ ഉണ്ടാവും നല്ല ടേസ്റ്റുള്ള ഓല. അപ്പോൾ അത് എടുക്കാനായിട്ട് നിൽക്കുകയാണ് അച്ചുട്ടിട്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തേങ്ങ പൊളിച്ചും കൊടുക്കണം. വെള്ളമുള്ളതാണെങ്കിൽ പൊളിച്ചും തരികയാണ്. ഓരോരുത്തർ പൊളിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. കണ്ടില്ല, ഇതൊക്കെ കുട്ടികൾ അവിടുന്ന് വലിച്ചിട്ടാണ് കേട്ടോ. ഓലയും മടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇവിടുന്ന് കൊണ്ടുപോകലില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോകും. അപ്പോൾ തേങ്ങ മക്കളിതാ ഓരോരുത്തരായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഓരോ കണ്ടത്തേക്ക് ചാടിച്ചിടുകയാണ് കേട്ടോ. എളാപ്പാടെ തൊടിയും ഞങ്ങളെ തൊടിയും ഒക്കെപ്പാടെ മിക്സഡായിട്ടാണ് കേട്ടോ. ആ നടുഭാഗത്ത് ഞങ്ങളെ കണ്ടാണ്, ബാക്കിയുള്ളതൊക്കെ എളാപ്പാടത്ത് കണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളെല്ലാവരും പൊങ്ങ് പൊളിച്ചേരി എന്ന് പറഞ്ഞ് വന്നതാണ്. ഇവിടെ പൊങ്ങിന് തിരക്കാവും ഗൈസ്. ഓരോ പൊങ്ങ് എടുത്തിക്കണ്, ഓരോരുത്തർക്ക് പൊളിച്ചു കൊടുക്കാൻ പറഞ്ഞു കാണിട്ടാ. വെയിലായാൽ പിന്നെ ഇവിടെ നിൽക്കാൻ കഴിയില്ല കേട്ടോ മക്കളെ. അപ്പോൾ അത് ഏതായാലും കുട്ടികളെയും കൂട്ടി രാവിലെ തന്നെ അങ്ങോട്ട് കയറിയതാണ്. വെളിച്ചെണ്ണ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങണം കേട്ടോ, എന്തെങ്കിലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ മെനക്കെട്ടി ഇറങ്ങിയാൽ തന്നെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കുറേയൊക്കെ പൊളിച്ച് വെച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ പൊളിച്ചാണ്ട് ഇട്ടാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊങ്ങെടുത്തേരി, പൊങ്ങിന് കരിമ്പെടുത്തേരി ഇറങ്ങാണ്ട് അത് ഇളകിക്കൊണ്ട് നിൽക്കണം നമ്മൾ അച്ചൂട്ടിട്ടാം. അപ്പോൾ അതാ അച്ചൂട്ടി ഓലൻ്റെ പൊങ്ങുള്ള തേങ്ങേൻ്റെ തെങ്ങ് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്തുണ്ടാവും ചെറുതായിട്ട് ഓലട്ട കരിമ്പ്. നമ്മൾ തെങ്ങൊക്കെ വെട്ടുമ്പോൾ മുകളിൽ കിട്ടുന്ന കരിമ്പ് പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. കറുമുറിച്ച് കരിമ്പ് തിന്നണ പോലെ തിന്നട്ടാ. അപ്പോൾ നമ്മൾ തെങ്ങ് വെട്ടുമ്പോൾ മുകളിലുണ്ടാവുന്ന കരിമ്പ് പോലെ കേട്ടോ. അപ്പോൾ ഇതാ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇത് നല്ല ടേസ്റ്റാണ് ഈ കരം. അപ്പോൾ അതിനാണ് കേട്ടോ എൻ്റെ അച്ചൂട്ടി നിൽക്കുന്നത് കേട്ടോ. ചെറിയൊരു കഷ്ണം ഉണ്ടാവുള്ളൂ, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അങ്ങനെ എന്താ ഗൈസ്, ഏകദേശം തേങ്ങാപ്പൊളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊങ്ങിന് വേണ്ടിയുള്ള വരിയായിട്ടുള്ള നിൽക്കലും തിരക്കുമാണ്. അപ്പോൾ ഓരോരുത്തർ തേങ്ങ എടുത്തിട്ട് ഓരോരുത്തർക്ക് പൊളിച്ച് കൊടുക്കുകയാണ് കേട്ടോ പൊങ്ങെടുത്തിട്ട്. അപ്പോൾ എല്ലാവരും ഓരോ പൊങ്ങുള്ള തേങ്ങ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇതാ പൊളിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ തേങ്ങ പൊളിച്ചിൻ്റെ ടൈമിലൊക്കെ ഈ പൊങ്ങുള്ള പൊങ്ങ് നമ്മൾ സെപ്പറേറ്റ് വെക്കും, ചിലർ ജ്യൂസ് അടിക്കും. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇതുപോലെ പൊങ്ങൊക്കെ തിന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആർക്കൊക്കെ പൊങ്ങ് ഇഷ്ടം എന്നുള്ളതും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം
അപ്പോൾ ഇതാ ഗൈസ് കുറച്ചൊക്കെ ഭയങ്കര വെയിലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ തേങ്ങ പൊളിച്ചു. തേങ്ങ ഇല്ല കേട്ടോ, കുറവാണ്. അപ്പോൾ ഏതായാലും അപ്പോഴത്തേന് കുട്ടികൾക്ക് ദാഹിച്ചണു, പറമ്പിൽ നിന്നൊക്കെ തേങ്ങ അങ്ങോട്ട് എടുത്തിട്ടതല്ലേ, ദാഹിച്ചണു. 10-50 തേങ്ങ തന്നെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് മുന്നേ തേങ്ങ കൊണ്ടായതാണ് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് തേങ്ങ ഇല്ലാത്തിട്ടാ. പിന്നെ തേങ്ങ ഇട്ടിട്ടുമില്ല, കൊഴിഞ്ഞ് കിട്ടുന്ന തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ ദാഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിന് പറഞ്ഞയച്ചതാണ് കടയ്ക്ക്. അപ്പോൾ ടീലോ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ആലൂസ്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് കുത്തിറക്കാണ്. പച്ച ടാസ് ഉണ്ടാവോ? തോന്നാണ് ചാടി കൊടുത്താ പിന്നെ വേസ്റ്റ് തന്നെയാണ്. അടുത്ത വന്ന് കിട്ടണോ കുടിച്ചുക്കണോ, ഞാൻ ഇച്ച് കിട്ടിയത് കുടിച്ചുക്കണോ, ഇച്ച് കിട്ടിയത് കാലി ആയിക്കണോ എന്നൊക്കെ പറഞ്ഞ തിരക്കാണ് ഇവിടെ. ഇനി ഒരാളുടെ മറ്റേ ആൾ വാങ്ങണ്ട. ടേസ്റ്റ് ഒക്കെ ഇട്ടാണ് മാങ്ങാൻ നിൽക്കണ്ട. ഒരാൾ കിട്ടിയതാവില്ല, ആൾ കുടിച്ച വെയിലും ചൂടും പിന്നെ ഒക്കെ പാടായിട്ട് കുഴങ്ങി ആകെ തളർന്നു ഗൈസ്. അപ്പോൾ ഇതാ കുടിച്ചപ്പോൾ കുറച്ചൊരു നമ്മൾ മാങ്ങ എടുത്തപ്പോൾ മാങ്ങ ചാടിപ്പോൾ നിറച്ച് ചൊക്കിപ്പായം കിട്ടി. മാങ്ങയും കിട്ടി, നമ്മളെ മാങ്ങയും കിട്ടി. കാണോ? അപ്പോൾ ഇതമ്മ എല്ലാവർക്കും കൊടുത്തോളേ. എല്ലാവർക്കും കൊടുത്താൽ ആവശ്യമില്ല. എനിക്ക് ചോന്ത് വേണം. ഫുള്ള് ചോന്തെടുക്കല്ലേ? ഇതൊക്കെ അനക്കണേ. എന്നാ ഇവിടെ കഞ്ചണം. ഇത് ചോപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഗൈസ് തേങ്ങാപ്പൊളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചാക്കിലിട്ട് കൊണ്ടുപോവാണ് പെരിയിൽ കിട്ടാം. അപ്പോൾ നേരം ഇവിടെ ബാങ്ക് കൊടുക്കാനായിക്കണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ ടീല കുടിച്ചു, തേങ്ങൻ്റെ വെള്ളം കുടിച്ചു, ഇനി പെരിക്ക് പോവാണ് കേട്ടാ. ഒക്കെ ആകാത്ത. അപ്പോൾ ഞങ്ങളെല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പെരിക്ക് പോവുകയാണ്. ബാങ്ക് കൊടുത്ത് അപ്പോൾ ഇനി കഞ്ഞിയും ചമ്മന്തിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണ്, അതൊക്കെ തിന്നാനായിട്ട് പോവാണ് കേട്ടോ. ഇതാ ഗൈസ് ഞങ്ങളിവിടെ പറമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടാ ചാക്ക് തോളിലിങ്ങനെ വെച്ചുകൊണ്ട് കൊണ്ടുപോകണം. പൊളിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വല്ലാതെ കാര്യമൊന്നുമില്ല. മറ്റേ ചേരി അവിടെ തന്നെ ഇട്ടു കേട്ടോ, തെങ്ങിൻ്റെ തൊട്ട്. അപ്പോൾ മക്കളൊക്കെ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി പോകണം. അച്ചോ ഇതാ ഗൈസ് അച്ചുട്ടിക്ക് ഇഷ്ടപ്പെട്ട കഞ്ഞിയാണ് അല്ലേ അച്ചോ? കഞ്ഞി അല്ലേ ഉള്ള കുടിച്ചോ? ഞാൻ ഉള്ള കുടിച്ചോ ഗൈസ്. മാങ്ങാ ചമ്മന്തി അരച്ച് പോയതായിരുന്നു കേട്ടോ. മാങ്ങയും ഉണക്കഞ്ഞി ചെമ്മീനും തേങ്ങയും പച്ചമുളകും കൂടി അരച്ചിട്ട് ചമ്മന്തി റെഡിയാക്കിയതാണ്. ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാട്ടോ പോയത്. അങ്ങനെ ഇതാ അവിടെ എത്തി എല്ലാവർക്കും കഞ്ഞിയും ചമ്മന്തിയൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇക്കൊക്കെ കഞ്ഞി കുടിച്ച് പോയിക്കണ്. അപ്പോൾ ഞാനും കുട്ടികളും കൂടി ഉള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഓരോരുത്തർക്കായിട്ട് വിളമ്പി വെച്ച് കൊടുക്കുകയാണ്. അച്ചുട്ടി പിന്നെ കൂടി കഴിഞ്ഞു കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ട കഞ്ഞിയാണ്, നല്ല വെന്ത റേഷനരി കഞ്ഞി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടാക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. താങ്ക് യു.